എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. സുകേഷ് ഷാഹിനിയുടെ ഒരു കഥ കൂടി. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന +1 ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലഘുകഥയാണ് ഇത്. കഥയുടെ പേര് അനുതാപം. സാർ, കയറിക്കോളൂ, ഞാൻ ഓഫീസിലെത്തിക്കാം. ഒരു റിക്ഷക്കാരൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. അസ്ലമിനെ കാത്തു നിൽക്കണ്ട, അവനിനി വരില്ല. എന്ത് പറ്റി അസ്ലമിന്? ഞാൻ അവൻ്റെ റിക്ഷയിൽ കയറിക്കൊണ്ട് ഉദാസീനതയോടെ ചോദിച്ചു. കഴിഞ്ഞ 4-5 ദിവസമായി അടുപ്പിച്ച് അസ്ലമാണ് എന്നെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. സാർ, അസ്ലം ഇല്ല, അവൻ പോയി സാർ. അവൻ നമ്മെ വിട്ടുപോയി. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കായിപ്പോയി. ഇന്നലെ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നല്ല ആരോഗ്യവാനായിരുന്നു അവൻ. എന്ത് പറ്റിയതാണ് അസ്ലമിന്? സാറേ, അവൻ്റെ 2 വൃക്കകളും തകരാറിലായിരുന്നു. ഡോക്ടർ അവനോട് റിക്ഷ വലിക്കരുതെന്ന് പറഞ്ഞതുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവൻ അനുസരിച്ചില്ല. ജീവിതമാർഗമല്ലേ. ഇന്നലെ താങ്കളെ ഓഫീസിലാക്കി തിരിച്ചു വരുന്ന വഴി അവൻ മൂത്രം പോവാതെ വേദന കൊണ്ട് പിടയുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്ക് മരിച്ചിരുന്നു. ആ റിക്ഷക്കാരൻ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും എൻ്റെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ പല ചിന്തകളിലായിരുന്നു. ഇന്നലെ അസ്ലം റിക്ഷ ചവിട്ടുമ്പോഴുണ്ടായിരുന്ന ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നടരാജ് ടാക്കീസ് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്ന വഴി വലിയൊരു കയറ്റമാണ്. ആ സമയത്ത് അസ്ലം ഞരങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വയറിൽ അമർത്തി പിടിക്കുന്നുമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടന്നാലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ ഓടി. അപ്പോൾ തന്നെ അടുത്ത നിമിഷം തന്നെ ഞാനത് മാറ്റി. വേണ്ട, എന്നും യാത്ര ചെയ്യേണ്ടതാണ്. ഇവറ്റകളതൊരു ശീലമാക്കും. ഇവരോടൊന്നും സഹതാപം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. തോന്നിയ പോലെ പൈസ കൂട്ടി ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുകയും ചെയ്യും. ഇതെല്ലാം ചില റിക്ഷക്കാരുടെ സ്വഭാവമാണ്. ഇന്നലെ പിന്നെ അസ്ലം സൈക്കിളിൽ നിന്നിറങ്ങി സീറ്റിൽ കൈവച്ച് തള്ളി മുന്നോട്ട് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ കഷണ്ടി തലയിലൂടെ വിയർപ്പൊഴുകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നന്നായി കിതയ്ക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കാറിൻ്റെ ഹോൺ കേട്ട് ഞാൻ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അപ്പോഴേക്കും ഈ റിക്ഷ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ആ കയറ്റം കയറുകയായിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിർത്ത്, റിക്ഷ നിർത്ത്. ഞാൻ അതിൽ നിന്ന് ചാടിയിറങ്ങി. ഈ റിക്ഷക്കാരനാണെങ്കിൽ നല്ല ആരോഗ്യവാനാണ്. ഈ കയറ്റമൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല. എന്നാലും എനിക്കെന്തോ ഇറങ്ങാൻ തോന്നി. അയാൾ എന്നെ അതിശയത്തോടെ നോക്കി. ഞാൻ ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ച് ആ റിക്ഷയുടെ കൂടെ മുന്നോട്ട് നടന്നു. നന്ദി, നമസ്കാരം.